വെൽക്കം എവരിവൺ. ഇത് സാംസങ് അൾട്രാ സ്ലിമ്മിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ റീട്രേസ് ലൈനാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. സ്ക്രീനിൽ അതായത് വൈറ്റ് സ്ക്രീനായിട്ട് ഒരുപാട് ലൈൻസ് അടിച്ച് നിൽക്കുന്നു. അതാണ് റീട്രേസ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ കാണാൻ പറ്റിയതാണ് റീട്രേസ് ലൈൻ. ഇപ്പോൾ ടി വി കൊണ്ട് പെട്ടെന്ന് ഒന്ന് ഓഫായിട്ട് ഒന്ന് ഓണാവും. ശ്രദ്ധിച്ചാൽ മതി, ഇത് ഓഫായിട്ട് ഓണായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നേരം ഇങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല, ഹെച്ചോട്ടടിക്കും. അപ്പോൾ ബേസ് ബോളിൽ 200 വോൾട്ടിനകത്ത് പ്രസൻറ്റ് ആവണം. അപ്പോൾ ഇവിടെ ബേസ് ബോളിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ബേസ് ബോളിൽ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാകാം ബോർഡിലാണ് കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ ബേസ് ബോളിൽ ഇത്ര വോൾട്ടേജ് എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ വരുന്നില്ല. 200 വോൾട്ടാണ്. ഇപ്പോൾ ബോർഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 200 വോൾട്ട് ഇവിടെ കട്ടായെന്ന്. അപ്പോൾ LOTയിലൊന്ന് നേരെ ഒരു ഡയോഡ് വഴിയൊക്കെ കയറിയാണ് നേരെ ബേസ് ബോർഡിലോട്ടൊക്കെ എത്തുന്നു ഒരു വയർ വഴി. ഈ ഒരു 200 വോൾട്ട് പ്രിൻ്റ് കട്ടായാലും വരും, അല്ലെങ്കിൽ ഡയോഡ് ഷോർട്ടായാലോ റെസിസ്റ്റൻസ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ വോൾട്ടേജ് അങ്ങ് കട്ടാവും. അപ്പോൾ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബോർഡിൽ വോൾട്ടേജ് ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് ബേസ് ബോർഡിൽ നോക്കുമ്പോൾ പഴയതുപോലെ തന്നെ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. ബോർഡിൽ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എല്ലാം ഓക്കെയാണ്, പ്രിൻ്റ് മാത്രമാണ് കട്ട്. ബോർഡിൽ കറക്റ്റ് 196 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഈ ലൈൻ നേരെ വന്ന് കയറി ഇതുവഴിയാണ് ബേസ് ബോർഡിലോട്ട് എത്തുന്നത്. ഓക്കെ, ബോർഡിൽ വേറെ കോമ്പോണൻസിന് ഒരു പ്രശ്നമൊന്നുമില്ല, പ്രിൻ്റാണ് കട്ട്. അപ്പോൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഇത് ഇവിടെ നിന്നൊരു വയർ ഇങ്ങനെ സോൾഡർ ചെയ്ത് ഇങ്ങോട്ടും കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. അവിടെ പ്രിൻ്റ് കട്ട എന്താണ് ഈ വോൾട്ടേജ് അവിടെ എത്താത്തത്. ഇനി ഒന്ന് ആ വോൾട്ടേജ് ബേസ് ബോർഡിലൊക്കെ വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ബേസ് ബോർഡിൽ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബോർഡിൻ്റെ ഈ ഭാഗത്തും വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അവിടെ വോൾട്ടേജ് കാണിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് പ്രിൻ്റ് ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ വോൾട്ടേജ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കറക്റ്റ് ആയി നോക്കാം. ഇപ്പോൾ ബ്ലൂ ബാക്കിൽ കറക്റ്റ് ആവാൻ നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുകളിലൊരു കളേർഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഒരു RGB ലൈൻസ് എന്ന് പറയും. അപ്പോൾ അത് ഈ വെർട്ടിക്കൽ വരുന്നൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ നേരത്തെ റീട്രേസ് ലൈൻ എന്തായാലും കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെർട്ടിക്കലിൻ്റെ അടുത്തുള്ളൊരു കപ്പാസിറ്റർ ഇത് ബൾജ് ചെയ്ത് ഇപ്പോൾ ഉണ്ടായിരുന്നതാ കണ്ടല്ലേ, ഈ കപ്പാസിറ്ററാണ്. അപ്പോൾ കറക്റ്റായിട്ട് വേറൊരു കപ്പാസിറ്റർ കറക്റ്റ് വാല്യൂ ഉള്ള എടുത്തിട്ടുണ്ട്, പഴയതാണ്. അപ്പോൾ ഇതാണ് ഇതിലുണ്ടായിരുന്ന കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അത് 50 വോൾട്ട് 100 mFൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ പൊസിഷനിലാണ്. കറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, നോക്കിയിടണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഈ വീഡിയോ ആൾറെഡി ഫെബ്രുവരി 16 ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നേന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്തൊക്കെയാണ് യൂട്യൂബിലോട്ട് ഇടുന്നത്. അപ്പോൾ ഇവിടെ ആ കംപ്ലയിൻറ്റ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.